ഷാർജ, ദുബായ് പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ കുറച്ചുപേര് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും കാണുന്നതിൽ ഒരുമിച്ച് കാണുന്നതിൽ സന്തോഷം. നമ്മുടെ ഇന്നത്തെ കുടുംബസംഗമം 2024 വെൽഫെയർ കമ്മിറ്റിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന വീരാൻകുട്ടി സാഹിബ്, കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ്, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽഫെയർ കമ്മിറ്റി UAE തൊട്ടങ്ങൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് സാദിഖിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽഫെയർ കമ്മിറ്റിയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ റഹീം VK അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി മുഹമ്മദ് മുസ്തഫ ഹാജി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽഫെയർ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സഗീറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മളെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അബുദാബിയുടെ പ്രതിനിധിയായി അൻവറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയോടെ തുടങ്ങാം. അതിനുവേണ്ടി ഷിറാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا وشفيعنا محمد. اللهم اغفر لنا ذنوبنا وخطايانا كلها. اللهم انعشنا واجبرنا لصالح الاعمال والاخلاق. انه لا يهدي بصالحها ولا يسلك سيئها الا انت. ربنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إني أعوذ بك من شر ما عملت وشر ما لم أعمل. اللهم إني أسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز والجنة والنجاة من النار.
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أنت رب لا إله إلا أنت عليك توكلت وأنت رب العرش العظيم. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സെക്രട്ടറി സഗീറിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പറഞ്ഞതിനേക്കാളും കുറച്ച് സമയം വൈകി, അതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും പറഞ്ഞ് നിങ്ങളാരും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എന്തായാലും കുടുംബസംഗമത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ 50 വർഷം പ്രവാസം 50 വർഷം പൂർത്തിയാക്കിയ മിസ്റ്റർ ഹാജിക്കും, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ വീരൻ ഹാജിക്കും എൻ്റെ പേരിലും UAE വെൽഫെയർ കമ്മിറ്റി തോട്ടുക്കൽ മഹേന്ദ്ര കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ സംഗമത്തിന്റെ അധ്യക്ഷനായി നമ്മുടെ വെൽഫെയർ സാദിഖ് MA അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ബീരാൻകുടി സാഹിബ്, നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന മുസ്തഫാജി സാഹിബ്, നമ്മളുടെ ഈ കമ്മിറ്റിയുടെ രക്ഷാധികാരി റഹീം ഖാൻ, സ്വാഗതം ആശംസിച്ച സഗീർ ഖാൻ, കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് അൻവർ ഖാൻ, നമ്മളുടെ കമ്മിറ്റി മെമ്പർമാരായ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ അബുദാബിയിൽ ഒരുപാട് നാളായി ഒരു മീറ്റിംഗ് കൂടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളുടെ മഹലിൻ്റെ ഇത്രയും കൂടുതൽ ആളുകൾ കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മഹലിൽ ഇത്ര കൂടുതൽ ആളുകൾ ചേർന്നിട്ട് അബുദാബിയിൽ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അൽഹംദുലില്ലാഹ്. അത് തന്നെയായിരുന്നു ഇവിടെ ഒരു പ്രോഗ്രാം വെക്കാനുള്ള ആദ്യത്തെ ഒരു ആഗ്രഹം. രണ്ടാമതായിട്ട് 50 വർഷം ചെറിയ കാലയളവല്ല. 50 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരല്ല ഒരു 90% ആൾക്കാരെ ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ആ കാലഘട്ടത്തിൽ UAE വന്ന് നമ്മൾക്കെല്ലാം മുൻപേ, നമ്മൾക്കുമല്ല നമ്മളെ വാപ്പമാർക്ക് ഒരു വഴികാട്ടിയായി, അതിനുശേഷം നമ്മളെ വഴികാട്ടിയായി നമ്മളുടെ വീട്ടുകാർക്കും, അതുപോലെ തന്നെ വീട്ടുകാർക്ക് മാത്രമല്ല മുസ്വാജിയുടെ കാലത്ത് ഉള്ള നമ്മളുടെ മഹലിൽ നിന്ന് വന്ന ആളുകളെല്ലാം നമ്മളുടെ മഹലിലും നമ്മുടെ നാട്ടിലും നാട്ടുകാർക്കും വേണ്ടിയിട്ട് കൂടിയാണ് പ്രവർത്തിച്ചത്. നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് പോലും
അവർ കാണിച്ചു തന്ന ആ വഴിയിലൂടെയാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. അവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അള്ളാഹു അവർക്ക് മാഫിറത്ത് നൽകട്ടെ. നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മൂന്നാമതായിട്ട് നമ്മളിവിടെ ചേരാനുള്ള കാരണം, നമ്മളുടെ ദുബായിൽ പരിപാടി വെക്കുമ്പോൾ പല ആളുകൾക്കും അവിടെ കൂടാനായിട്ട് സാധിക്കാറില്ല. ചിലപ്പോൾ ഒരു 3-4 പേരൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് അവിടെ കൂടാനായിട്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് സാധിക്കാറില്ല. അപ്പോൾ അവർക്കും കൂടി ഒന്ന് പങ്കെടുക്കാം എന്നുള്ളൊരു കാര്യത്തിൻ്റെ പേരിലാണ് നമ്മളിവിടെ ഒരു പ്രോഗ്രാം വെച്ചത്. അല്ലെങ്കിൽ ഇത്രയും പേര് നമുക്ക് കൂടാൻ പറ്റുന്ന ആദ്യം ഒരു ശങ്ക ഉണ്ടായിരുന്നെങ്കിലും ഏകദേശം ബസ് ഫുള്ളായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അബുദാബിയിലും ഇതിലില്ല അത്യാവശ്യം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ സമയം ഇപ്പോൾ ഓൾറെഡി വൈകി, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് റാത്തായിട്ട് നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് സന്തോഷത്തോടെ പിരിയാം. അസ്സലാമു അലൈക്കും. വെൽഫെയർ കമ്മിറ്റിയുടെ ഈ കുടുംബസംഗമത്തിന് ആശംസകൾ അറിയിക്കുവാനും ഉദ്ഘാടനം ചെയ്യുവാനും കേരള സോഷ്യൽ സെന്റർ അബുദാബിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് വീരാൻകുട്ടി സാഹിബിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി, നമ്മുടെ ഇന്ന് ആദരവേറ്റുപോകുന്ന മുസ്തഫക്ക, മറ്റ് ഈ വെൽഫെയർ കമ്മിറ്റിയുടെ അംഗങ്ങളെ, സഹോദരിമാരെ, എന്നെ നിങ്ങൾ പലരും പരിചയമുണ്ടാകാൻ സാധ്യത കുറവാണ്. ഒരുപക്ഷെ അൻവറും നിസാറും ആഷിഖും ഷാജി ഒഴികെ പലർക്കും അറിയുന്ന കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ഞാൻ ഞങ്ങളുടെ മഹലിൻ്റെ തൊട്ട് അയൽവാസിയാണ്. ബദർപള്ളി പള്ളിവളവിലുള്ള ബദർപള്ളി മഹലിലെ നിവാസിയാണ്. അവിടെ ആ പള്ളിവളവിലുള്ള മില്ലിൻ്റെ 2-3 വീട് വടക്ക് വശമാണ് താമസം. പ്രവാസം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ ജീവസന്ധാരണാർത്ഥം നമ്മൾ നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ഏതെങ്കിലും അന്യ സ്ഥലത്ത്, അത് അന്യ സംസ്ഥാനമാകാം, വിദേശ രാജ്യങ്ങളിലാകാം, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട പലതും ഉപേക്ഷിച്ചിട്ടാണ് നാം പ്രവാസ ലോകത്തേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്ന പലരും ഒരുപക്ഷെ ചെറിയൊരു കാലയളവിലേക്ക് ചെറിയ ചില സാമ്പത്തിക ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ എത്തിച്ചേരുന്നവർ പ്രവാസ ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് നൂലാമാലകൾ നമ്മളെ വരിഞ്ഞു ചുറ്റും. 1 വർഷമാവും, 2 വർഷമാവും, 5 വർഷമാവും, 10 വർഷമാവും. അപ്പോൾ ഒരുപക്ഷെ നാട്ടിൽ നാം ഇവിടെ എത്തിച്ചേരുന്ന ചില സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാവും. അത് വർഷങ്ങൾ കഴിയും തോറും ആ സാമ്പത്തിക ലക്ഷ്യങ്ങളോ ബാധ്യതകളോ കഴിയില്ല എന്ന് മാത്രമല്ല, അത് വർദ്ധിക്കുകയും അധികരിക്കുകയും അതിനപ്പുറത്തേക്ക് വലിയൊരു ബാധ്യത വന്നു ചേരുന്ന ചുറ്റുപാടാണ് ഭൂരിപക്ഷം പേർക്കും ഉണ്ടാകുന്നത്. അതിനിടയിൽ നമ്മുടെ വീട്, കുടുംബം, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവർക്കെല്ലാം ഒരു പക്ഷേ ഉയർന്ന ജീവിത നിലവാരമോ അല്ലെങ്കിൽ ഒരു ഇടത്തരം ജീവിത നിലവാരങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ സഹായഹസ്തങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇവിടെ എത്തിച്ചേരുന്ന ഒരു പ്രവാസി അവസാനം ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ചെറിയൊരു ശതമാനം ഒഴിച്ച് ബാക്കി എല്ലാവരും സമ്പാദ്യം എന്നുള്ള പേരിൽ കുറെ രോഗങ്ങൾ, കുറച്ച് സൗഹൃദങ്ങൾ, ഇത് മാത്രമായിരിക്കും അവശേഷിക്കുക. അത് ഒരു എന്താ പറയാ, നമ്മുടെ ഭൂരിപക്ഷം പ്രവാസികളെ സംബന്ധിച്ച് നമ്മൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടാവുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. മുസ്തഫക്കാനെ സംബന്ധിച്ച് അദ്ദേഹം പഠിച്ച ഒരു തൊഴിൽ ഇവിടെ വന്ന് അത് നല്ല രീതിയിൽ ചെയ്ത് അത് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം
നല്ല വലിയ രീതിയിൽ ഇപ്പൊ ഞാനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഒരുപക്ഷെ മുസ്തഫക്ക് തന്നെ നേരെ അത്ര വലിയ പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ അന്ന് വരുന്ന സമയത്തൊക്കെ നമ്മുടെ പ്രദേശത്തുള്ളവരുമായി ഇക്ബാൽ പോലുള്ള എപ്പോഴും ഇതിനെക്കുറിച്ച് ടൈലറിംഗ് സ്ഥാപനത്തെ കുറിച്ച് അറിയാം. ഞാൻ പല മുൻപ് കാലങ്ങളിലൊക്കെ 1-2 തവണ അവിടെ നമ്മളെ ഈ വസ്ത്രം തയ്പ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നേരിട്ട് അത്ര അടുപ്പം ഇല്ല, പരിചയം എനിക്കറിയാം. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ടും അദ്ദേഹത്തിന്റെ നൈപുണ്യം കൊണ്ടും വലിയൊരു സ്ഥാപനമായി മാറി. ഇന്ന് നമുക്കറിയാം, നമ്മളിൽ ഭൂരിപക്ഷം പേരും ഒരു കാലത്ത് സ്വന്തം തയ്പ്പിച്ച് ഇടുന്ന വസ്ത്രങ്ങൾ മാത്രം ധരിച്ചവരായിരുന്നുവെങ്കിൽ ഇന്ന് ഭൂരിപക്ഷം പേരും റെഡിമെയ്ഡിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ. പക്ഷെ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇന്നിപ്പോ ഇത് മിക്കവാറും അദ്ദേഹത്തിന്റെ ക്ലയൻസ് യൂറോപ്യൻസും മറ്റുള്ള അതുപോലെ ആ രീതിയിലുള്ള പ്രത്യേക അത് പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വിഷയം. നമുക്കറിയാം, ഇന്ന് ഇവിടെ വ്യവസായ രംഗത്തോ മറ്റേത് രംഗങ്ങളിലും ഉയർന്ന തലത്തിൽ എത്തിയിട്ടുള്ളവരുടെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കഠിനാധ്വാനത്തിന്റെ പിൻബലം അതിനുണ്ട്. അറിയാത്ത കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യങ്ങളുണ്ട്. അത് പ്രാവർത്തികമാക്കും തോറും ദൈനംദിനം എന്തോണം അത് പുതിയ നൂതനമായ രീതിയിലേക്ക് മാറാനും പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാകുന്നതിൽ തന്നെയാണ് ഓരോരുത്തരുടെയും ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. നമ്മളെ പോലെയുള്ള ചെറിയൊരു പ്രദേശത്ത് നിന്ന് വരുന്നവർ നമ്മളൊന്ന് പരിശോധിച്ചാൽ അറിയാം. ഒരു മുസ്തഫ പോന്നിട്ട് 50 വർഷം 52 വർഷമായി എന്ന് പറയുന്നത് നമുക്ക് അറിയാം. അതിനുശേഷം വന്ന അതിന്റെ അടുത്ത തലമുറയാണ് ഞാനൊക്കെ. അതിനുശേഷം വന്ന പുതിയ തലമുറ നമുക്കൊരു 30 വർഷം 40 വർഷം മുൻപുള്ള 3 പീടിക പരിജ്ഞനം ഒക്കെ ഒന്ന് ആലോചിച്ച് അല്ലെങ്കിൽ സങ്കല്പിച്ച് ഇപ്പോ നാം ചെന്ന് നിൽക്കുന്ന 3 പീടികയും പരിജ്ഞനവും ഏത് രീതിയിലാണ് എന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. ഒരുപക്ഷെ ഇരിഞ്ഞാലക്കുടയിലേക്കുള്ള റോഡും കാര്യങ്ങളും വഞ്ചി ഉണ്ടായിരുന്ന കടത്തിന് പോയിരുന്ന സമയം ഉള്ള ഓർമ്മയുള്ള എത്ര പേരുണ്ടാവും എന്നെനിക്കറിയില്ല. കാരണം നമ്മൾ ഈ നമ്മുടെ ആ പ്രദേശത്ത് നിന്ന് അക്കരെ ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകണമെങ്കിൽ കടത്ത് വഞ്ചിയെ ആശ്രയിക്കണം. പുറത്തുനിന്ന് കടന്ന് അവിടെ ബസ് വരുന്ന കാത്തിട്ട് വേണം പോകുന്നത്. ഇന്നിപ്പോ ഒരു പക്ഷേ നമ്മളുടെ ഹൈവേ 47 ഘടിപ്പിക്കുന്ന ഏറ്റവും തിരക്കേറിയ ഒരു റോഡാണ് നമ്മളുടെ പോട്ട 3 പീടിക റോഡ്. അവിടെ ഒരു പക്ഷേ അതിന് വേണ്ടത്ര സൗകര്യങ്ങളില്ല. എന്നാലും ആ വികസനത്തിന്റെ രാജ്യത്തിന്റെ നമ്മുടെ പ്രദേശത്തിന്റെ വികസനത്തിന് വലിയ രീതിയിൽ കാലഘട്ടത്തിനനുസരിച്ച് വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. ഒരു പക്ഷേ മുസ്തഫയ്ക്കൊക്കെ വരുന്ന സമയത്ത് കപ്പൽ അല്ലെങ്കിൽ ലോഞ്ചിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് വിമാനം മുസ്തഫ വിമാനത്തിനല്ലോ അല്ലേ അപ്പൊ അതിനുശേഷം വിമാനമായി ആദ്യം ഒരു തിരുവനന്തപുരം ആണ്, പിന്നെ കൊച്ചിയിൽ നിന്ന് ബോംബെയിൽ പോയി, ബോംബെയിൽ നിന്ന് വരുന്ന അവസ്ഥ മാറി. ഇന്ന് നമുക്ക് വിമാനത്താവളങ്ങൾ, ഇന്റർനാഷണൽ വിമാനത്താവളങ്ങൾ തന്നെ 3 ഇപ്പോ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് ആണ് പോകുന്നതെങ്കിൽ അവിടെ എത്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ ദുബായിൽ നിന്ന് അബുദാബിയിൽ നിന്ന് അതിന്റെ പകുതി സമയം കൊണ്ട് വീട്ടിലെത്താവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. മുൻകാലങ്ങളിൽ 2-5 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോയിരുന്ന രീതി മാറി. ഇന്ന് നമ്മുടെ പല ആവശ്യങ്ങൾക്കും, നമ്മുടെ വിവാഹമാകട്ടെ മറ്റേതെങ്കിലും ആവശ്യങ്ങളാകട്ടെ, പലപ്പോഴും വർഷത്തിൽ 3-4 പ്രാവശ്യം നാട്ടിൽ പോയി വരാവുന്ന ഏറ്റവും എളുപ്പത്തിൽ 3.5 മണിക്കൂർ കൊണ്ട് നമ്മളുടെ നാട്ടിലെത്താവുന്ന സൗകര്യങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. അതിന്റെ ഫ്ലൈറ്റ് ചാർജ് കാര്യങ്ങളും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് പ്രവാസികൾ അനുഭവിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഇത്തരത്തിൽ നിങ്ങൾ തീർച്ചയായും മുസ്തഫ ഖാനെ പോലുള്ള ഒരാളെ ആദരിക്കുമ്പോൾ നമുക്ക് ഇത്തരം അനുഭവ സമ്പന്നരായ ആൾക്കാരിൽ പഠിക്കാൻ ഒരുപാട്. കാരണം കേവലം കഠിനാധ്വാനവും പഠിക്കാനുള്ള താല്പര്യവും സ്വന്തം ജോലിയിലുള്ള നൈപുണ്യ വികസനവും ഒരു കാരണവശാലും ഏത് തൊഴിലായാലും നാം നിരന്തരം അതിന്റെ
പുതിയ പുതിയ മേഖലകൾ പഠിക്കാനും കൂടുതൽ അതിനോട് ഇഴുകിച്ചേരാനും പഠിപ്പിക്കാനും തയ്യാറായില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഇന്നും 50 കൊല്ലം മുൻപുള്ള ആ രീതിയിൽ തന്നെ നാട്ടിലെ ഒരു നമ്മൾ പഠിച്ചിരുന്ന തൊഴിൽ അത് ആ രീതിയിലല്ല മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ കാലക്രമേണ ദിവസേന എന്നോണം നമ്മുടെ സാങ്കേതിക വിദ്യ ഒരുപക്ഷെ ഇന്നിപ്പോ ചന്ദ്രനിലും ചൊവ്വയിലും താമസ സൗകര്യം പോലും ലഭിക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളുകളിലും മറ്റും പഠിപ്പിച്ചിരുന്ന മരം വെട്ടരുത്, അത് പ്രകൃതിക്ക് ആഘാതം ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപക്ഷെ കളിയാക്കിയിരുന്നു. ഇന്നിപ്പോ നാം പ്രത്യേകിച്ച് ഈ വർഷം നമ്മുടെ നാട്ടിലെ അവസ്ഥ, കഴിഞ്ഞ മെയ് മാസത്തിലൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട്, തീപ്പൊള്ളൽ എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാരണം നാം നാട്ടിലെ നമ്മുടെ പരിസരത്ത് നമ്മുടെ പറമ്പിലെ മരങ്ങളെല്ലാം വെട്ടിമാറ്റി അവിടെ ഇഷ്ടികയും മറ്റും വാങ്ങി വീടിന്റെ മുറമൊക്കെ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ, അതുപോലെ 44 നദികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതെല്ലാം മിക്കവാറും അതിന്റെ ഒഴുക്ക് നിലയ്ക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് വേസ്റ്റ് എല്ലാം അതിലിട്ടുകൊണ്ട് അതിന്റെ എന്താ പറയാ പ്രയാണം തടസ്സപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും മൺസൂൺ മഴക്കാലം ഇത്രയും കൂടുതൽ ലഭിക്കുന്ന ഒരു പ്രദേശം വേറെയില്ല. പക്ഷെ ആ മഴക്കാലം മഴയെ കിട്ടുന്ന വെള്ളം തടഞ്ഞു നിർത്താനോ പണ്ടത്തെ പോലെ കുളങ്ങളില്ല, തോടുകളില്ല, മരങ്ങളാണെങ്കിൽ വെട്ടി വെളിപ്പിച്ചു. ഇപ്പൊ നമുക്ക് ജീവിതം ദുസ്സഹമാകുന്ന രീതിയിലേക്കാണ് കാലാവസ്ഥ പോകുന്നത്. തീർച്ചയായും ഇപ്പോ ചെറിയ രീതിയിൽ നമുക്കൊക്കെ മുൻകാലങ്ങളിൽ അത് പറയുമ്പോൾ ഒരുതരം പരിഹാസമായിരുന്നു. നമ്മുടെ വീട്ടിലൊരു മരം മുറിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇന്നിപ്പോ ഒരു അവബോധം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അഥവാ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു മരം മുറിച്ചാൽ അവിടെ അതിന് പകരമായി 2, 3, 4, 5 മരങ്ങൾ നട്ടു വളർത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. ഈ പ്രകൃതി നമുക്ക് നൽകിയതൊന്നും നമ്മളുടെ ആരുടെയും സ്വന്തല്ല. ഒരുപക്ഷെ നാം ഒരുപക്ഷെ വിലക്ക് വാങ്ങുന്ന അപ്പുറത്ത് വാങ്ങുന്നതായിരിക്കാം. പക്ഷെ ഇത് പ്രകൃതി നൽകിയിട്ടുള്ള ഒരു വരദാനമാണ്. അതിനെ നശിപ്പിക്കാൻ നമുക്ക് യാതൊരു തരത്തിലുള്ള അർഹതയുമില്ല, ചെയ്യാൻ പാടില്ലാത്ത. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഇസ്രായേൽ എന്ന രാഷ്ട്രം നമുക്കറിയാം, അവരുടെ രാഷ്ട്രീയ നിലപാടുകളോടൊക്കെ നമുക്ക് വളരെ ശക്തമായ വ്യക്തമായ വിയോജിപ്പുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതി യാതൊരുവിധ ന്യായീകരണവുമില്ലാത്ത മനുഷ്യത്വരഹിതമായ ആ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു രാഷ്ട്രമാണെങ്കിൽ അവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരു കാര്യം, അവർ നമുക്കറിയാം ഇസ്രായേൽ എന്ന പ്രദേശം ഇതുപോലെ തന്നെ നമ്മളുടെ മിഡിൽ ഈസ്റ്റ് പോലെ തന്നെ അത്ര ഫലഭൂയിഷ്ടമായിട്ടുള്ള മരങ്ങളുള്ള ഒരു നാടായിരുന്നില്ല. അവിടെ അവരുടെ ഒരു നിയമപരമായി അവർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ പേരിൽ അവിടെ ഒരു വൃക്ഷത്തൈ നടണം. അത് നിർബന്ധമാണ്. അത് കാലങ്ങളായി അവർ പുലർത്തി പോരുന്നു. ആ നടന്ന വൃക്ഷത്തൈ അവരുടെ മക്കളെ പോലെ വെള്ളമൊഴിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടു. ഇന്നിപ്പോൾ അവിടെ കൃത്യമായി ഇസ്രായേലിൽ പോയിട്ടുള്ളവർക്കറിയാം, പച്ച നിറഞ്ഞ വളരെ വൃക്ഷങ്ങളും മറ്റും. അത് ഒരു ഏത് തന്നെയായാലും അവർ അന്ന് അത് ആവിഷ്കരിച്ചവരുടെ ബുദ്ധിയിൽ ഉദിച്ച വലിയ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ളൊരു സംവിധാനമാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥയും അതും തമ്മിൽ ജസ്റ്റ് താരതമ്യം ചെയ്യാൻ വേണ്ടി മാത്രം മറ്റുള്ള എല്ലാ എതിർപ്പുകളോടും കൂടി ഞാൻ ഇസ്രായേൽ ചെയ്തിട്ടുള്ള ഈ ഒരു നല്ല കാര്യത്തെ നമിക്കുകയാണ്. നമ്മളതൊക്കെ മാതൃക എടുക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇസ്രായേൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും. ഇപ്പോൾ ഇവിടെ നാം ജീവിക്കുന്ന UAE കേവലം ഈന്തപ്പഴവും മത്സ്യബന്ധനവും മാത്രമായി നിന്നിരുന്ന ഒരു രാജ്യം ഇന്നിപ്പോ ലോകത്തിന്റെ മുന്നിൽ തന്നെ നൂറുകണക്കിന് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇവിടെ ജോലി നൽകുന്ന വലിയൊരു, ലോകത്തിന്റെ മുൻപിൽ തന്നെ തലയുയർത്തി നിൽക്കാവുന്ന പല കാര്യങ്ങളിലും 1ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുള്ള വാണിജ്യ രംഗത്തും വ്യവസായ രംഗത്തും ടൂറിസം രംഗത്തും അടക്കം ഈ ഒരു മരുഭൂമിയെ ഇത്തരത്തിലാക്കിയതിൽ തീർച്ചയായും ഈ
അതിന് നേതൃത്വം നൽകുന്ന ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യമുണ്ട്. അതുപോലെ നമുക്കറിയാം ഷെയ്ഖ് സായിദുള്ള സമയത്ത് ഇവിടെ നടന്ന ഈ പച്ചപ്പ് ഇപ്പോ എത്രത്തോളം അബുദാബിയിലുണ്ട് എന്നുള്ള പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോഴും ആ പച്ചപ്പ് ഇവിടെ നിൽക്കുകയാണ്. ഒരിക്കൽ ഇവിടെ നമ്മൾ ഈ സലാം സ്ട്രീറ്റ് അബുദാബിയിലെ നിന്ന് ദുബൈയിലേക്ക് പോകുന്ന ഈ സലാം സ്ട്രീറ്റിന്റെ ഷെയ്ഖ് സായിദിന്റെ കൊട്ടാരത്തിന് മുൻപിലുള്ള വലിയൊരു പനമരം മുനിസിപ്പാലിറ്റി അധികൃതർ റോഡ് വികസനത്തിന്റെ ഭാഗമായി അതിനെ മുറിക്കുകയാണ്. ആ സമയത്ത് ഷെയ്ഖ് സായിദ് യാദൃശ്യമായി അതിലെ വന്നപ്പോൾ വനം മുറിക്കുന്നത് കണ്ടുകൊണ്ട് ആ ഉദ്യോഗസ്ഥർ അപ്പം തന്നെ വിളിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും തിരിച്ച് അവിടെ തന്നെ അത് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രകൃതി സ്നേഹിയായിരുന്നു ഈ രാഷ്ട്രത്തിന്റെ മഹാനായ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ്. അപ്പോ നാം ഇന്ന് ജീവിക്കുന്ന തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നാം മറ്റുള്ള പലതിനും സമയം എല്ലാവർക്കും പല വിധത്തിലുള്ള രാഷ്ട്രീയമുണ്ട്, മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്, മറ്റു പലതുമുണ്ട്. അതോടൊപ്പം തന്നെ നാം അതിനൊക്കെ ഉപരിയായി പ്രകൃതിയോടുള്ള മനോഭാവം മാറ്റിയെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മുസ്തഫ ഖാനെ പോലെയുള്ള ഈ 52 വർഷക്കാലം ഇവിടെ എത്തി കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഇത്തരത്തിലൊരു സുസ്ഥിരമായ രീതിയിലുള്ള ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുവരാനും ജീവിത വിജയം നേടാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കേവലം നാം ഇന്ന് കാണുന്നതിനപ്പുറത്തേക്കുള്ള കഠിനമായ പ്രയത്നം. ഇന്നിപ്പോ നിങ്ങൾ എല്ലാവരും നമ്മളോട് തന്നെ ഇവിടെ പറഞ്ഞു സൂചിപ്പിച്ചു, ഈ വെൽഫെയർ കമ്മിറ്റിയുടെ ആദ്യത്തെ യോഗമാണ് ഇത്രയും അധികം ആൾക്കാർ പങ്കെടുക്കുന്നത് എന്ന് പറയുന്നത്. നമുക്കിന്ന് വിരൽ തുമ്പിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ലോകത്തിലെ എല്ലാവരെയും കണക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഫോൺ വിളിച്ചോ, വാട്സപ്പ് മുഖേനയോ, ഇമെയിലായോ, മറ്റു പല കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ആ തരത്തിലുള്ള വലിയ ഉയർച്ചയിലെത്തിയിരിക്കും. അവരൊക്കെ വരുന്ന കാലം നിങ്ങൾ ആലോചിക്കണം. ഒരു മനുഷ്യനെ പരസ്പരം അറിയണമെങ്കിൽ കാണണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് അന്ന് ഇവിടെ AC-യും മറ്റൊന്നുമില്ല. AC ഒക്കെ ഇവിടെ വന്നിട്ട് അധികം കാലമൊന്നുമായിട്ടില്ല, 50 വർഷം മുൻപ് അത് അനുഭവത്തിലൂടെ പുസ്തകത്തോടെ സൂചിപ്പിക്കും. AC റൂമുകളൊക്കെ വന്നത് വളരെ പിന്നീടാണ്. അപ്പൊ അന്നും ഈ മരുഭൂമിയെ സംബന്ധിച്ച്, മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച്, UAE സംബന്ധിച്ച് നല്ല പീക്ക് ഇപ്പൊ സീസൺ നമുക്കറിയാം. ഇപ്പൊ തുടക്കത്തിൽ തന്നെ നല്ല ചൂട് ആയിട്ടുണ്ട്. അപ്പൊ അന്ന് AC ഒന്നും ഇല്ലാത്ത ഇന്ന് നമുക്ക് പുറത്ത് പണിയെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും പുറത്തിറങ്ങുന്ന മറ്റു ഇതുകളും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വരുന്നത് ശീതീകരിച്ച മുറിയിലേക്കാണ്. ആ സൗകര്യങ്ങളൊക്കെ ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ഒരുപാട് തൊഴിലാളികളും ആ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളും ലോകത്തിന്റെ ഗതിമാറ്റങ്ങൾക്കനുസരിച്ച് സാങ്കേതിക വിദ്യയുടെ രീതിക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മറ്റു രംഗങ്ങളിലുമെല്ലാം എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകി എല്ലാവർക്കും ഉന്നമനത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭരണ സംവിധാനവും നിലവിലുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്താനും ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞതിന്റെ ഭാഗമായി തന്നെയാണ് മുസ്തഫ ഖാനെ പോലെയുള്ളവർ ഈ രീതിയിൽ ഇത്തരത്തിൽ ഉന്നത നിലയിലെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്തരത്തിൽ മഹലിൻ്റെതായാലും മറ്റുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം മറ്റ് ജീവകാരുണ്യ രംഗങ്ങളിലും അത്യാവശ്യം ആവശ്യമുള്ളവർക്ക് സഹായഹസ്തം നീട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് ഈ വർഷം ഇദ്ദേഹം ഇനിയിപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ പങ്കുവെക്കും. അദ്ദേഹത്തിന്റെ സ്ഥാപനം കൂടുതൽ ഉന്നതങ്ങളിലെത്തട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബജീവിതം, അദ്ദേഹത്തിന്റെ മകനെ ഒരാൾ മാത്രം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, മറ്റാളെ ഒന്ന് പരിചയപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഭാര്യയെയും പരിചയപ്പെട്ടു. ഈ വന്നിട്ടുള്ള എല്ലാവരും നമ്മുടെ അയൽവാസികളാണ്. എല്ലാവരെയും ഞാൻ പരിചയപ്പെട്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. നന്ദി. വിലംബിന്റെ സാഹിത്യ കേരള വെൽഫെയർ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വീരാൻകുട്ടിക്കാനെ ഇവിടെയുള്ള ഒട്ടുമിക്ക പേർക്കും പരിചയം ഉള്ളവർ തന്നെയാണ്. ഞങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം താങ്കളുടെ വാക്കുകൾ കേൾക്കുകയും ആളുകൾക്ക് ചെയ്തിട്ടുള്ള കേരള പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ താമസിക്കുന്ന സ്ഥലം ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ കരുതി വേറെ കുറച്ച് ദൂരെ പ്രദേശത്താണ് തോന്നുന്നത്. നന്ദി.
കേരളം ഷെയറിന്റെ ജനറൽ സെക്രട്ടറി ഇലിയാസ് ആശംസകൾ അറിയിക്കാൻ എത്താമെന്ന് ഏറ്റിരുന്നു. അദ്ദേഹം ജോലിയുമായി ബന്ധപ്പെട്ട് എത്താൻ കഴിഞ്ഞില്ല, തിരക്കിലാണെന്ന് അറിയിച്ചിരുന്നു. മറ്റൊരു അതിഥി അഷ്റഫ് KK, അദ്ദേഹം സദസ്സിലുണ്ടാവും. വെൽഫെയർ കമ്മിറ്റി അഡ്വൈസറി ബോർഡ് മെമ്പർ നിസാർ TM-നെ ആശംസകൾ അറിയിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷവേദി, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകർ, ആദ്യമായി നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ ഏറെ ജനകീയനായ KSCയുടെ പ്രസിഡന്റിന് അനുമോദനങ്ങൾ നേരുകയാണ്. ഈ തൊട്ടടുത്ത ദിവസമാണ് ജനറൽ ബോഡി കഴിഞ്ഞ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടി. നന്ദി. നമ്മുടെ ഇന്നത്തെ മുഖ്യ നമ്മളിവിടെ ആദരവ് കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ ഹാജി അവർക്ക് നേരിട്ട് വ്യക്തിപരമായ കൂടുതൽ അടുപ്പമില്ലെങ്കിലും തീർച്ചയായും ഞങ്ങളുടെയൊക്കെ കാരണവന്മാരായി ആയുമായി വളരെ അടുത്ത ബന്ധമുള്ള, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ചെറുപ്പകാലങ്ങളിലൊക്കെ എൻ്റെ കുഞ്ഞുപ്പന്മാരുടെ എഴുത്തുകളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങുവാനും കൊടുക്കുവാനും ഒക്കെ അന്നത്തെ മാധ്യമം അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ബന്ധമുള്ള മുസ്തഫ ഹാജി അവർക്ക് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി നമ്മുടെ ഈ UAE തലസ്ഥാന നഗരിയിൽ ഇന്നിപ്പോ നമ്മുടെ കയ്യിലൊക്കെ 2-ൽ കൂടുതൽ മൊബൈലുകളോ ആധുനിക ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളോ ഉള്ള ഈ സമയത്ത് 5 പതിറ്റാണ്ട് മുമ്പ് ഒരുപക്ഷെ സാധാരണ ടെലിഫോൺ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇവിടെ വരികയും തൻ്റെ കർമ്മമേഖലയിൽ, തൻ്റെ ജോലി സംബന്ധമായ മേഖലയിൽ ഉയരങ്ങളിൽ എത്തിപ്പെടുവാൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ അനുഭവ കഥകൾ അല്ലെങ്കിൽ അനുഭവ ജീവിതങ്ങൾ കേൾക്കുവാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിനുള്ള അവസരം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ജീവിതവും സർവശക്തൻ ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഇക്ബാൽ മുതുപിടിക നമ്മുടെ ഇന്നത്തെ അതിഥിയാണ്. അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, വരാൻ കുറച്ച് വൈകിപ്പോയി, ക്ഷമിക്കാം. എനിക്ക് കൂടുതൽ പ്രസംഗിച്ച് പരിചയമില്ല, അതുകൊണ്ട് തന്നെ കുറച്ചൊരു അഭിപ്രായമുണ്ട്. ആരും തുടങ്ങി ഇപ്പോൾ മുസ്തഫയ്ക്കായിട്ട് ഏകദേശം ഞാൻ ഇവിടെ വന്ന സമയം മുതൽ 39 കൊല്ലമായി. അന്ന് മുതലുള്ള പരിചയവും അടുപ്പമുണ്ട്. അടുപ്പമെന്ന് പറയുമ്പോൾ ഈ ദിവസേന കണ്ട് അല്ലെങ്കിൽ വിളിച്ച് അങ്ങനത്തെ ഒരു അടുപ്പമല്ല മുസ്തഫയ്ക്കായിട്ട്. മുസ്തഫയ്ക്കായിട്ട് എന്താണ് അടുപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക രീതിയിലുള്ള അടുപ്പമുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് സംസാരിക്കാതെ പോകാറില്ല. അതൊരു പക്ഷേ എൻ്റെ പ്രകൃതം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ മുസ്തഫയ്ക്കും അങ്ങനെയാണ്, അങ്ങനെ ഒരു യോജിപ്പിൽ വരുമ്പോഴാണുള്ള അത്. എന്നാലും ഇപ്പോൾ മുസ്തഫ, അബ്ദുക്ക, ഇപ്പോൾ ഉമർക്ക, അബ്ദുക്കയ്ക്ക് ഞാൻ താമസിച്ചിട്ടില്ല, അബ്ദുക്ക മരിച്ചു, മുസ്തഫയുടെ പാർട്ട്ണറായിരുന്നു. ഇപ്പോൾ ഏത് രീതിയിലൊരു ജ്യേഷ്ഠനാണോ എനിക്കറിയില്ല. എന്നാലും ഉമർക്ക മുസ്തഫയുടെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അന്ന് മുതലുള്ള അടുപ്പവും തന്നെയാണ്. പിന്നെ ഞങ്ങളൊക്കെ ഇടയ്ക്ക് പോയിരുന്നത് ഈ പറഞ്ഞ സെലക്ട് ടൈലേഴ്സ്, അത് ബക്കർ വീഡിയോ എന്ന് പറഞ്ഞൊരു വീഡിയോ ഷോപ്പ് ഉണ്ടാക്കി, അതാണ് അതിൻ്റെ ഫേമസ് ഇത്. പിന്നെ വേറെ കോൾവാർ, സാബ്ര കോൾവാർ, സുബൈർക്ക, യൂസുഫ്. അപ്പോൾ ഇങ്ങനെ 1-2 സ്ഥാപനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ മലയാളികൾ സ്വാഭാവികമായിട്ടാണ് പോയിരുന്നതും കൂടിയിരുന്നതൊക്കെ. അപ്പോൾ തിരിച്ചും ആകസ്മികമായിട്ട് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ സുഖാനെ വിളിക്കുകയായിരുന്നു. സുഖ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇങ്ങനൊരു അവസരം തന്ന്
കാണാനും പറ്റി, ഒന്ന് രണ്ട് വാക്ക് മുസ്തഫയെ കുറിച്ച് സംസാരിക്കാനും പറ്റി. അത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും ഇങ്ങനെ കൂട്ടായ്മ എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ. കാരണം ഇത്തരം ആളുകളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഈ കൂട്ടായ്മ കൂടെ തന്നെയാണ്. ഈ കൂട്ടായ്മ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ബന്ധമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേരത്തെ സാറ് പറഞ്ഞ മാതിരി ഈ ടെലിഫോൺ 2-3 കൊണ്ട് നടക്കണമെന്നല്ലാതെ ആ ടെലിഫോണിൽ നിന്ന് എന്താണ് അതുകൊണ്ട് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം മുൻപ് ഈ ഒരു സ്വാർത്ഥത ഭാഗം കൂടെയാണത്. പണ്ട് കത്തുകളോ അല്ലെങ്കിൽ സാധനങ്ങളോ കൊടുത്തയക്കലായിരുന്നു നമ്മളെല്ലാവരും ഒരു ലക്ഷ്യം, ആൾക്കാരായിട്ട് ബന്ധം വെച്ചിരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അടുപ്പം കുറഞ്ഞപ്പോൾ ബിരാമിട്ടുണ്ട്, അവന് ദിവസേന ഓഫീസിൽ വരുന്നതാണ്, പ്രസിഡന്റ് ആവണമെന്നൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അന്ന് ഇതേമാതിരി എഴുത്തുകൾ കൊണ്ടുപോവുക, അല്ലെങ്കിൽ വിശേഷങ്ങൾ അറിയാൻ പോവുക, ഇതിനൊക്കെ ബന്ധപ്പെട്ടിരുന്ന ആളുകളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ്, 1-2 പോസ്റ്റ് ഉണ്ടാവും ഒരു ഏരിയയിൽ മൊത്തം. അങ്ങനെയൊക്കെയാണ്. പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ ആൾക്കാരൊക്കെ അത് അനുഭവിച്ച ആളുകളാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നത് ക്ഷമിക്കാം. അപ്പോൾ അത്തരം അനുഭവങ്ങൾ നമുക്ക് വലിയൊരു ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു രസവും ഇപ്പോഴാണ് നമ്മൾ ആലോചിക്കുമ്പോഴാണ് അത് തോന്നുന്നത്. കാരണം അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു തോന്നുന്നത്. എനിവേ, അപ്പോൾ അതാണ് ഒരു ഇത്. പിന്നെ ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത് ഒരു വളരെ ഇവിടെ ഒരു 4-5 റൂമുകൾ അങ്ങനത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള റൂമുകളുണ്ടായിരുന്നു. അതിലൊന്നാണ് നമ്മളെ അക്കോമഡേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാലങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോഴും ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ട് പുതിയ ജനറേഷനിൽ. അതിന് വലിയൊരു ഭാഗ്യം. എന്തായാലും എല്ലാവരും കാണാൻ കഴിഞ്ഞിട്ടും സംസാരിക്കാൻ പറ്റിയതും സന്തോഷം. ഇത്തരം കൂട്ടായ്മകൾ നടക്കട്ടെ എന്ന രീതിയിലാവട്ടെ. നല്ലൊരു ആശംസിക്കുന്നു. നമസ്കാരം. അബുദാബിയിനകം ആഷിഖിയെ ക്ഷണിക്കുന്നു. ആശംസകൾ അറിയിക്കുന്നു. അധ്യക്ഷവേദി മാന്യ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇവിടെ നിൽക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അധ്യക്ഷൻ പറഞ്ഞ അബുദാബിയിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സംഗമം നമ്മൾ സംഘടിപ്പിച്ചത്. എന്തായാലും ഇവിടെ കുറെ പ്രവർത്തകരൊക്കെ ഉണ്ട്. തുടർന്ന് നമുക്ക് ഇതിനുള്ള ശ്രമങ്ങൾ നടത്തണം. പിന്നെ ഇവിടെ വരുന്ന കാലത്ത് മുസ്തഫക്ക, അൻവർ, അബ്ദുറഹ്മാൻ ഇവരൊക്കെ കമ്മിറ്റി മാനേജ്മെന്റ് പ്രവർത്തനം നടത്തിയിരുന്നത്. അതിനുശേഷം ഞങ്ങൾ ചേർന്ന് ഞങ്ങളാണ് പ്രവർത്തനം നടത്തിയിരുന്നത്. എല്ലാ മാസവും വന്ന് ഇവരൊക്കെ എല്ലാവരെയും കാണാനുള്ളൊരു യാത്രയുണ്ട്. അപ്പോഴാണ് ഇവിടെ മുസ്തഫയുടെ ഷോപ്പിൽ പോകും, അബ്ദുറഹ്മാന്റെ ഷോപ്പിലോട്ട് പോയിട്ട് കാണുകയും ചെയ്യും. പിന്നീടാണ് നമ്മൾ ഫെബ്രുവരിയിൽ എത്തിക്കലും ഇവിടുത്തെ കമ്മിറ്റിയിൽ ഉണ്ടാവുകയും ചെയ്തപ്പോൾ യാത്രകളൊക്കെ കുറഞ്ഞു. പിന്നെ നമ്മൾ ദുബായ്, അബുദാബി, ഷാർജ, ദുബായിലുള്ള സംഘത്തിൽ കൂടിച്ചേരാറുള്ളത്. എന്തായാലും മുസ്തഫക്കാരനെ സംബന്ധിച്ചിടത്തോളം മുസ്തഫക്കാർക്ക് വലിപ്പച്ചെറുപ്പില്ലാതെ എല്ലാവരുമായിട്ട് സംസാരിക്കും. എനിക്കതിനെ ആവശ്യമില്ല. എപ്പോഴും വളരെ എനർജറ്റിക്കാണ്. ബീരാപട്ടിക്ക് പറഞ്ഞ ജോലിയിലെ കർമ്മകരതനാണ്. ഷോപ്പോടൊപ്പം കാരണം നമുക്ക് അധികം കൂട്ടായ്മകളില്ല, എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. വന്ന ആൾക്കാർക്ക് സാഹസർക്കൊക്കെ അറിയാം അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ മിക്കവാറും കൂട്ടാത്ത ദിവസം ഷോപ്പിലൊക്കെ ചെന്നിരിക്കുമ്പോൾ അത്യാവശ്യപ്പെട്ട വളരെ ചരിത്രങ്ങൾ, നാട്ടിലെ സംഭവങ്ങൾ, അതിലേക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാറില്ല. പിന്നീട് മറ്റുള്ള കൂട്ടായ്മകൾ, വിനോദത്തിലുള്ള മറ്റു കാര്യങ്ങൾ, ഷോപ്പുകളിൽ മാറുക, പിന്നെ കാണാനും വിളിക്കലൊക്കെ കുറഞ്ഞു വന്നു. എങ്കിലും പുസ്തകമായിട്ട് പോകുമ്പോൾ സെലിബ്രിറ്റീസ് കണ്ടാൽ അവിടെ കയറി അത്യാവശ്യം എന്തെങ്കിലും സംസാരിക്കുക ചെയ്യാറുണ്ട്. ഇപ്പൊ നാട്ടിലുള്ളപ്പോൾ എനിക്കറിയാം, എനിക്കൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. അറിയാം, നമ്മൾ പേർഷ്യന്ന് പറയാം, പേർഷ്യക്കാരൊക്കെ പലതരം ഇപ്പോഴത്തെ ഗൾഫിൽ രാഷ്ട്രീയക്കാരുടെ പേരൊക്കെ മാറിയത്. പേർഷ്യക്കാരൊക്കെ പറഞ്ഞ് വളരെ ഒറ്റപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടായുള്ളൂ. അവരൊക്കെ വലിയ പുതിയ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ സ്കെയിലും പെൻസിലും അങ്ങനെ സാധനങ്ങൾ വലിയ ആകർഷണമായിട്ട് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ പോയി ഈ സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നത്. എന്തായാലും 50 വർഷം എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. മുസ്തഫ ഷോപ്പ് ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നമുക്കൊക്കെ അതൊക്കെ വലിയ പ്രചോദനമാണ്. പലരും ആ മേഖലകളിൽ ജോലിയിലൊക്കെ
പറ്റി അവരൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും കൂടുതൽ ഞാൻ പറയുന്നില്ല, മറ്റുള്ളവർ സംസാരിക്കട്ടെ. ശരി. വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ റഹീം വി കെ അവരുടെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുസ്തഫ സാമൂഹിക പ്രവർത്തകൻ വീരാൻകുട്ടി സാഹിബ്, ഇക്ബാൽ സാഹിബ്, അൻവർ, വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് സാഹിബ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും, ഇവിടെ വളരെ ഒരു ശുഭകരമായ ഒരു കൂട്ടായ്മ, വളരെ നല്ലൊരു ശുഭകരമായ ഒരു കൂട്ടായ്മ കൂടാൻ സാധിച്ച വെൽഫെയർ കമ്മിറ്റിയുടെ ആദ്യകാലങ്ങളിൽ നമ്മള് രണ്ട് സ്ഥലത്തുള്ള രണ്ട് കമ്മിറ്റി ആയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം നമുക്കുണ്ടായിരുന്നു. സാമൂഹിക പ്രവർത്തനമാണെങ്കിൽ കൂടി ഒരു ദുബായ് വെൽഫെയർ കമ്മിറ്റിയും അബുദാബി വെൽഫെയർ കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മള് അതൊരു കമ്പൈനായിട്ട് വെൽഫെയർ കമ്മിറ്റി ആയി യോജിച്ചിട്ട് ഏകദേശം 10 വർഷമായിട്ടുള്ളൂ. ഏകദേശം ഈ രണ്ട് വെൽഫെയർ കമ്മിറ്റിയും 27 വർഷത്തെ പ്രവർത്തന പരിചയം അതിൽ രണ്ടാമത്തെ മീറ്റിംഗ് ആണ്. കുടുംബസംഘം ആദ്യത്തെ കുടുംബസംഘമാണ്. ഇത്രയും മെമ്പേഴ്സ്, ഇത്രയധികം ആൾക്കാർ കൂടി ഒരു കുടുംബസംഗമം വെൽഫെയർ കമ്മിറ്റി നടത്തുന്നത് ആദ്യമായാണ് അബുദാബി. മുൻകാലങ്ങളിൽ വളരെ കുറച്ച് വ്യക്തികളെ നമുക്ക് ഇതമായി ഒരുമിച്ച് കൂടാൻ സാധിക്കുള്ളൂ. ഇപ്പോ നമ്മളിപ്പോ ഇന്ന് കൂടുന്ന വ്യക്തികള് അബുദാബിയിൽ നോക്കിയപ്പോൾ 30-ൽ കൂടുതൽ ആളുകൾ, എനിക്ക് അത്ഭുതം തോന്നി. 30-ൽ കൂടുതൽ ആളുകൾ നമ്മളെ മഹലിൽ നിന്ന് അബുദാബിയിൽ മാത്രമാണ്. കാരണം ഈ ഓരോ വ്യക്തികളും നമ്മൾ ദുബൈയിലെ വലിയ അജ്മാനിലെ ഷാർജയിലൊക്കെ നമ്മൾ മീറ്റിംഗ് കൂടുന്നത്. ആ മീറ്റിംഗ് കൂടുമ്പോ ഇവരൊക്കെ അബുദാബിയിൽ നിന്ന് അങ്ങോട്ട് എത്തുന്ന കാര്യം വളരെ അത്ഭുതം തോന്നി. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടിട്ട് വേണം അബുദാബിയിൽ നിന്ന് അങ്ങോട്ട് എത്താൻ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി അവരെ ഓർപ്പിക്കാൻ സന്തോഷത്തോടുകൂടി അവര് വന്നത് ഞാൻ സ്മരിക്കുകയാണ്. പിന്നെ മുസ്തഫക്കാനത്തോളം നമ്മളുടെ വളരെ അടുത്ത ബന്ധമാണ്. ഞങ്ങൾ അയൽവാസികളാണ്. സ്ഥിരം അങ്ങോട്ട് എന്റെ ചെറുപ്പകാലം പോലെ കാണുന്നതാണെങ്കിൽ കൂടി അങ്ങനെ അടുത്ത് സംസാരിച്ച് പറ്റില്ല. കാണുമ്പോൾ അസ്സലാമലൈക്കും പറയും, സുവിശേഷം പോകും, അത്രയാണ്. സർവസ്തു കഴിക്കും, ഞങ്ങളെ കഴിച്ചു പോകും. അപ്പൊ അങ്ങനെ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മളെ മദ്രസയുടെ ഉദ്ഘാടനത്തിന് ആരെ ക്ഷണിക്കണം എന്നുള്ള ഒരു ചർച്ച നമ്മളെ വെൽഫെയർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പഴാണ് ഒരു തീരുമാനം നമ്മളിൽ വന്നത്. നമ്മളെ യൂസഫ് സാഹിബിനെ വിളിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അതിന് വേണ്ടപ്പെട്ട ആളെ കണ്ടെത്താൻ അത് തീരുമാനിച്ച് കണ്ടെത്തിയപ്പോ എന്നെ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് അതിനെ കണ്ടെത്താനും ഞാൻ അതിൽ നിന്ന് ഏറ്റവും പരിചയപ്പെട്ട ആളെ അന്ന് കണ്ടെത്തിയപ്പോ മുസ്തഫ ഖാനെ കണ്ടെത്തിയത്. അപ്പൊ മുസ്തഫ ഖാനായിട്ട് കുറച്ച് അടുത്ത ബന്ധം പുലർത്താൻ ആ സമയത്ത് എനിക്ക് സാധിച്ചത്. ഞങ്ങൾ പല പ്രാവശ്യം യൂസഫ് ഖാനെ കാണുകയും യൂസഫിക്കയുടെ സീനിയർ മാനേജർ സലീം ഖാനെ തൂണിൽ നിന്ന് കാണാൻ നമ്മൾ ശ്രമിച്ചത്. അപ്പൊ അദ്ദേഹം അതിന് അപ്പോയിന്റ്മെന്റ് ഒക്കെ തന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് പോയി. ഏകദേശം 15-20 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ കാണാൻ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്ന വഴിക്ക് പിന്നീട് കൈവെക്കൽ അതിന്റെ പിന്നിൽ പിന്നെ 2-3 ആൾക്കാർ വേറെ വരും. അപ്പൊ യൂസഫ് അലിക്കാൻ വഴി കണ്ടിട്ട് ഞങ്ങളെ കൊട്ടി വിളിക്കണം. അപ്പൊ യൂസഫ് അലിക്കാനായിട്ട് അത്രത്തോളം അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് മുസ്തഫ ഖാൻ. അന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ദൂരം നിന്ന് നടന്നു പോണ ഞങ്ങളെ കൈകൊട്ടി വിളിച്ച് അടുത്ത് വിളിച്ച് സംസാരിച്ച് എന്താണ് കാര്യം, എവിടെ പോണു, യൂസഫ് അലിക്കാർക്ക് അറിയില്ല, യൂസഫ് അലിക്കാണ് കാണാന്ന് പറഞ്ഞ അറിയില്ലായിരുന്നു. അപ്പൊ അന്ന് വിളിച്ച് സംസാരിച്ചു. അന്നാണ് മനസ്സിലായത് യൂസഫ് എത്ര അടുത്ത ബന്ധം സൂക്ഷിക്കണം. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരേ കാലഘട്ടങ്ങളിൽ വരികയും എനിക്ക് തോന്നുന്നു ഒന്നിച്ച് താമസിച്ചിട്ടുള്ള വ്യക്തികളൊക്കെയാണ് ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടത്. പിന്നെ അതുമായി തന്നെ മുസ്തഫ ഖാനെ അറിയപ്പെടുന്നത് സെലക്ട് മുസ്തഫ ഖാൻ എന്ന
ഞാൻ ടൈലറിംഗ് ഷോപ്പിന്റെ പേരിലാണ്. അപ്പൊ അങ്ങനെ ഉണ്ട്, വളരെ ഫേമസ് ആണ് ആ കാലഘട്ടത്തിൽ. ഈ പറഞ്ഞാൽ ഞാനും അറിയപ്പെടുന്നത് സാബിറ ഗോൾബാറിന്റെ അബുദാബിയിൽ പറയുമ്പോൾ സാബിറ ഗോൾബാറിന്റെ ലൊക്കേഷനൊക്കെ ആൾക്കാർ പറയുന്നത്. ഇപ്പൊ മുസ്തഫക്കാരുടെ പേരും കളുടെ പേരും നമ്മുടെ നാട്ടുകാരെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കൂട്ടത്തിൽ ഒരു എനിക്ക് തോന്നുന്ന മീറ്റിംഗ് പോയിന്റ് ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ വളരെ ഞങ്ങൾ അടുത്ത സുഹൃത്ത് ബന്ധം പ്രവർത്തിക്കും, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയും ഒരുവിധം സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് അതിൽ താല്പര്യം പ്രകടിപ്പിക്കും, അതിൽ ഉള്ള പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകുകയും വളരെ സന്തോഷത്തോടുകൂടി അതിന് നിൽക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ അടുത്ത കാലങ്ങളിലൊക്കെ എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മനസ്സിലായി മുൻകാലങ്ങളിലാണ് വ്യത്യസ്തമായിരുന്നു. ഒരുപക്ഷെ ഞാൻ വളരെ ചെറുപ്പമായതുകൊണ്ടായിരിക്കും ആ കാലത്ത് ഇതിൽ അത്ര അടുത്ത ബന്ധം സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യം. കാരണം അങ്ങനത്തെ ഒരു സംസാരിക്കേണ്ട ഒരു അവസരം ഞങ്ങൾക്ക് വന്നിട്ടില്ല അങ്ങനത്തെ ഡീപ്പായി. അപ്പൊ അത്രത്തോളം നല്ല പ്രവർത്തനം കാഴ്ചയും 50 വർഷം പൂർത്തിയാവുകയെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. ഞങ്ങൾ ആദ്യം ആലോചിച്ചത് ഒരു മുൻകാലങ്ങളിൽ ഇപ്പൊ ഏകദേശം ഒരു 5 കൊല്ലം മുമ്പ് നമ്മൾ 25 വർഷം ആൾക്കാരെ നമുക്ക് ആദരിക്കാൻ പറ്റും. പിന്നെ നോക്കിയപ്പോ 25 വർഷമായ ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ടെന്ന് വഴിയല്ല. പണ്ട് ഗൾഫിൽ വന്നതെന്ന് വെച്ചാല് എന്താ ഏകദേശം ഒന്ന് എങ്ങനെയെങ്കിലും വന്ന് ഒരാള് കാശുണ്ടാക്കി നാട്ടിൽ പോയി നിൽക്കാനുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി ജനങ്ങളോട് ജീവിക്കാൻ തുടങ്ങി. ഇപ്പൊ 25 വർഷത്തിന് മുകളിൽ പിടിക്കുക നമ്മൾ നോക്കേണ്ട ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. മുൻകാലങ്ങളിൽ 15 വർഷം 20 വർഷമൊക്കെ പറഞ്ഞാൽ അപൂർവത്തിലൊക്കെ കണ്ടെത്താൻ സാധിക്കുന്ന അവസരത്തിൽ നിന്ന് മുസ്തഫ അഞ്ചോളം 50 വർഷത്തിന് മേലെ ആ ഒരു കാലഘട്ടം ഇവിടെ ചെലവഴിച്ച് എങ്ങനത്തെ അവസ്ഥകൾ യുഎയിൽ എങ്ങനത്തെ അവസ്ഥകൾ ഒന്ന് കണ്ടിട്ടുണ്ടാവും. ഓരോ ഇവിടൊക്കെ ചിലപ്പോൾ കംപ്ലീറ്റ് മരുഭൂമിയായിരിക്കും. അജ്മാൻ മുതൽ ഈ ഷാർജ ദുബൈ ഒക്കെ മുസ്തഫ അന്ന് ആ കാലഘട്ടത്തിൽ കച്ചവട സംബന്ധമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആലോചിച്ചൊക്കെ അവിടെ ഒക്കെ മരുഭൂമി. എന്റെ ഓർമ്മയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ മരുഭൂമിയാണ്. അപ്പൊ മുസ്തഫ ഈ 50 കൊല്ലത്തെ അവസ്ഥയായിരിക്കും. അപ്പൊ ഒരു 1-2 ജനറേഷന്റെ അവസ്ഥകൾ യുഎയിലെല്ലാം കണ്ട് വന്ന മുസ്തഫക്കാർ വലിയൊരു അഭിനയ അനുഭവ സമ്പത്ത് വലിയൊരു മുതൽക്കൂട്ടാണ്. നമ്മളൊക്കെ ആയിട്ടത് പങ്കുവെക്കുകയും ചില സമയങ്ങളിൽ അത് മനസ്സിലാക്കി തരുകയും ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും നല്ല ഒരു ജീവിതം, നല്ലൊരു കച്ചവടം, നല്ലൊരു ഈ ഒരു അവസ്ഥ എന്നും ഈ കാണുന്ന മാതിരി എന്നും പുഞ്ചിരിച്ച് എപ്പോഴും സംസാരിക്കുമ്പോൾ പുഞ്ചിരിച്ച് സംസാരിക്കുന്ന അവസ്ഥയോടെ ഒന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൻവറിനെ ക്ഷണിക്കുന്നു ആശംസകൾ അറിയിക്കുന്നതിനായി. കുടുംബസംഘത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സുഹൃത്തുമായ സാദി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായ കേരള സോഷ്യൽ സെന്ററിന്റെ അധ്യക്ഷൻ പ്രേമടി സാഹിബ്, ഇന്നത്തെ ഈ കുടുംബസംഘത്തിന്റെ പ്രധാന നമ്മുടെ എല്ലാവരും ഒരുപാട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ കേൾക്കാൻ, ഇന്നത്തെ അവരുടെ അനുഭവ സമ്പത്തുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അസ്വാർ സാഹിബ്, കൂടെ വെൽഫെയർ കമ്മിറ്റിയുടെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ക്ഷമയിക്കും. വളരെ സന്തോഷം. വളരെ നാളുകൾക്ക് ശേഷം അബുദാബിയിൽ ഇത്തരത്തിലുള്ള ഒരു കുടുംബ അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. ഏകദേശം അബുദാബിയിലെ പ്രവാസ അല്ലെങ്കിൽ നമ്മുടെ മഹലിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 40 വർഷത്തിന് മേലെ പ്രവർത്തന പാരമ്പര്യമുള്ളതാണ്. വദിനായന്റെ പിതാവിന്റെ കാലഘട്ടത്തിലും അതായത് മുസ്തഫ സാഹിബിന്റെ കാലഘട്ടത്തിലും നമ്മുടെ മഹലിനെ സംബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം അത് പിന്തുടരുന്ന ആളുകൾ മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ഒരു 25 വർഷത്തെ ഏറെ ഈ പ്രവർത്തനങ്ങളായിട്ട് ബന്ധമുണ്ട്. അന്ന്
വന്ന് തുടക്കത്തിലുള്ള കാലഘട്ടത്തിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ റഷീദ്, നിസാദ്, അതേപോലെ ഷാജി, അങ്ങനെ പിന്നെ ടീം, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഏകദേശം നമുക്കൊരു 38-40 പേര് മെമ്പേഴ്സായിട്ട് അബുദാബി മാത്രമുണ്ടായി. നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് മദ്രസയുടെ ഭാഗത്ത് ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ സാധിച്ചു. മറ്റുള്ള എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ദുബായി അല്ലെങ്കിൽ ഖത്തർ, മറ്റുള്ള GCCയിലുള്ള എല്ലാവിധ കമ്മിറ്റികളുടെയും സഹകരണത്തോടു കൂടി അങ്ങനെ ഒരു പരിപാടി നമുക്ക് അവിടെ നടത്തിയെടുക്കാൻ സാധിച്ചു. തുടർന്ന് മഹലിൽ നമുക്കറിയാം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹാള്, ഇതിനൊക്കത്തിൻ്റെയും പിറകിലും ഈ പ്രവാസത്തിലുള്ള ഈ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളാണ്. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ ഇവർ കാഴ്ചവെച്ച ഈ പ്രവർത്തനങ്ങൾ, അതായത് നേരത്തെ ഇവിടെ അധ്യക്ഷനും ഉദ്ഘാടന പ്രസംഗങ്ങളൊക്കെ സൂചിപ്പിച്ച പോലെ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ AC ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ മഹലിൻ്റെ പ്രവർത്തനങ്ങൾ, പള്ളിയുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള സമയം മാറ്റിവെക്കുക, അതിനുവേണ്ടി സമ്പത്ത് മാറ്റിവെക്കുക, അതിനുവേണ്ടി സമ്പത്ത് ആളുകളിൽ നിന്നും പിരിച്ചെടുത്ത് നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഒരു ക്ലിക്കോ അല്ലെങ്കിൽ 2 ക്ലിക്കിനുള്ളിൽ നമുക്ക് ഈ ക്യാഷ് നമുക്ക് നാട്ടിലെത്താം. അന്നത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്ന സമയത്തും ആ ഒരു സാഹചര്യം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പോവുകയും 10 ദിർഹമായിരുന്നു എന്ന് നമ്മൾ കണക്കൂട്ടിയിരുന്നു ഒരു മാസത്തെ. അതുപോലെ കളക്ട് ചെയ്യാൻ വേണ്ടി അലയും പോവുകയും മറ്റുള്ള ആളുകളെ കാണുകയും അവിടെ നിന്ന് നേരിട്ട് വാങ്ങിക്കുകയും നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയും നാട്ടിലെ പ്രവർത്തനങ്ങൾ, പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ അവര് അനുഭവിച്ച വേദനകൾ, ബുദ്ധിമുട്ടുകൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മഹല്ല അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇത്രയും വർഷം, 50 വർഷത്തിന് മേലെ പ്രവാസ ലോകത്ത് അതിൻ്റെ കിതപ്പും കൊതിപ്പും ഒക്കെ അനുഭവിച്ച് UAE എല്ലാ അഭിവൃദ്ധിയുടെയും കൂടെ നിന്ന് അഭിവൃദ്ധി കാണുകയും കേൾക്കുകയും അതിനനുബന്ധിച്ച് ഒന്നിച്ച് സഞ്ചരിക്കാനും സാധിച്ച മുസ്തഫ സാഹിബ് പോലുള്ള ആളുകൾ അദ്ദേഹത്തിന് ആയുരാരോഗ്യം നേരുകയാണ്. ഈ കുടുംബസംഘത്തിൽ പങ്കെടുത്ത അബുദാബിയിലുള്ള അല്ലെങ്കിൽ മറ്റു UAE-യിലുള്ള എല്ലാവരോടും ഞങ്ങളുടെ സന്തോഷം പങ്കിട്ടുകൊണ്ട് എത്തുന്നു. നാളുവഴികൾ ഒരു ചെറുനഗരം മുസ്തഫ ഹാജി ഒരു ചെറിയ വീഡിയോ. ലെറ്റ്സ് ഗോ ഫോർ ദ മൂവി. السلام عليك يا نبي يا رسول الله السلام عليك يا نبي. വെൽഫെയർ കമ്മിറ്റി UAE കുടുംബ സംഗമം 2024 ബന്ധങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന, സൗഹൃദങ്ങൾ വിളക്കി ചേർക്കുന്ന സ്നേഹ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വെൽഫെയർ കമ്മിറ്റി UAE അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. വിശിഷ്ട വ്യക്തികൾക്കും അതിഥികൾക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. 4 പതിറ്റാണ്ടുകളിലേറെയായി തോട്ടുങ്ങൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹലിൽ നിന്നും UAE-യിലെത്തിയ സ്വന്തം സ്വപ്നങ്ങൾക്കൊക്കെയും അവധി നൽകി ഉറ്റവരുടെ ജീവിതത്തിന് തണലേകാനും സ്വാന്തനമേകാനും പ്രവാസം തിരഞ്ഞെടുത്തവർ വിവിധ എമിറേറ്റ്സുകളിൽ പല പേരുകളിലായി ദീനീ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. അബുദാബിയിലും അലൈനിലും ദുബായിലും UAE-യിലും മറ്റിടങ്ങളിലും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കടൽ വഴികൾ താണ്ടുമ്പോഴും കൈവിടാതിരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ നായകരെ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. 1997 പ്രവാസം ജനതന്മയ്ക്ക് എന്ന ആശയം മുൻനിർത്തി മുഴുവൻ എമിറേറ്റ്സുകളിലെ മഹല്ല് നിവാസികളെയും ഒരു സംഘടനയ്ക്ക് കീഴിൽ അണിനിരത്തി. അതാണ് വെൽഫെയർ കമ്മിറ്റി UAE അഥവാ വെൽഫെയർ കമ്മിറ്റി തോട്ടുങ്ങൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പ്രവാസി കൂട്ടായ്മ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. നാളിതുവരെ
സ്തുത്യർഹമായ സേവനത്തിന്റെ ചാരിതാർത്ഥ്യത്തിൽ വെൽഫെയർ കമ്മിറ്റി പ്രയാണം തുടരുകയാണ്. മഹലിലെ നിരവധിയായ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകാൻ പ്രതിമാസ റേഷൻ സംവിധാനം, വിദ്യാഭ്യാസ സഹായം നൽകാനും അവാർഡുകൾ വിതരണം ചെയ്യുവാനും എന്നും മുൻപന്തിയിൽ. വീടുകൾ പുതുക്കി പണിയുന്നതിനും തികച്ചും അർഹരായവർക്ക് പുതിയ വീട് നിർമ്മിച്ചു നൽകുന്നതിനും വെൽഫെയർ കമ്മിറ്റി എക്കാലത്തും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായങ്ങൾ, അശരണർക്ക് ചികിത്സാ സഹായങ്ങൾ, പള്ളിയുടെയും മദ്രസ കെട്ടിടത്തിന്റെയും നിർമ്മാണ സഹായം, പള്ളി പരിപാലനത്തിന് സ്ഥിര വരുമാനം ഉറപ്പിക്കുന്നതിനായി കടമുറി കെട്ടിടത്തിന്റെയും ഫംഗ്ഷൻ ഹാളിന്റെയും നിർമ്മാണ സഹായം എടുത്തു പറയേണ്ടതാണ്. കോവിഡ് കാലത്ത് നമ്മുടെ തന്നെ പ്രയാസമനുഭവിക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണ ധനസഹായങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠന സാമഗ്രികൾ വിതരണം, അർഹരായ അംഗങ്ങൾക്ക് വിസ പ്രോസസിംഗ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ധനസഹായം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവിംഗ് സ്കീം നടത്തിവരുന്നു. ക്ഷേമ പ്രവർത്തനങ്ങളിൽ ചിലത് പരാമർശിച്ചുവെന്ന് മാത്രം. ഇക്കാലമത്രയും അകമഴിഞ്ഞ് സഹായിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അർഹമായ പ്രതിഫലം സൃഷ്ടാവ് നൽകുമാറാകട്ടെ. വെൽഫെയർ കമ്മിറ്റി UAE കുടുംബസംഗമം 2024 ഈ വേദിയിൽ വെച്ച് മുഹമ്മദ് മുസ്തഫ ഹാജിയെ വെൽഫെയർ കമ്മിറ്റി സ്നേഹപൂർവ്വം ആദരിക്കുന്നത് 5 പതിറ്റാണ്ടുകൾ ചെറിയൊരു കാലയളവൊന്നുമല്ല. 1973 UAE-യിലെത്തി 1975 അജ്മാനിൽ ജ്യേഷ്ഠ സഹോദരനോടൊപ്പം തുടങ്ങിയ അദീന ടൈലേഴ്സ് എന്ന സ്ഥാപനം 1980 അബുദാബിയിൽ സെലക്ട് ടൈലേഴ്സ് എന്ന സ്ഥാപനം ഇന്നും പ്രൗഢിയോടെ നടത്തിവരുന്നു. അബുദാബിയിലെ മലയാളികൾക്കൊക്കെയും സുപരിചിതമായ സ്ഥാപനമാണ് സെലക്ട് ടൈലേഴ്സ്. പ്രവാസത്തിന്റെ തുടക്കം മുതൽ തന്നെ മഹലിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായ പങ്കാളിത്തമുള്ള വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ. അബുദാബിയിലെ മുൻകാല കമ്മിറ്റികളോടൊപ്പം ചേർന്ന് മഹലിന്റെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. വെൽഫെയർ കമ്മിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തുവരുന്ന മുഹമ്മദ് മുസ്തഫ ഹാജിയെ വെൽഫെയർ കമ്മിറ്റി UAE സ്നേഹ പുരസ്സരം ആദരിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സ്നേഹോഷ്മളമായ ജീവിതവും സർവശക്തൻ എന്നും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ സ്നേഹ സംഗമത്തിനായി അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർക്കും സംഗമത്തിന്റെ ഭാഗമാക്കായവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. സ്നേഹാശംസകൾ. لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك. ചെറുതാണെങ്കിലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തതായി നമ്മുടെ പ്രധാന ചടങ്ങിലേക്ക് കടക്കാം. മുഹമ്മദ് മുസ്തഫ ഹാജിയെ ആദരിക്കുന്നതിനായി വെൽഫെയർ കമ്മിറ്റിയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ റഹീം അവർകളെ ക്ഷണിക്കുന്നു. ആദരം സ്വീകരിക്കുന്നതിനായി പുസ്തകക്കാരെ ക്ഷണിക്കുന്നു. ഒരു മിനിറ്റ് ഇവിടെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും എനിക്കതൊന്ന് മുസ്തഫ വിളിക്കാത്താരനായിരിക്കും. വിളിച്ചോ? വേണ്ട, അതാണ് പറഞ്ഞത്. പറയാൻ ഞാൻ വരണ്ടി ഒന്ന്
പൊന്നാട അണിയിക്കുന്നതിനായി മുഹമ്മദ് അൻവറിനെ ക്ഷണിക്കുന്നു. നദീം മറ്റേ ഫലകം ഇതുണ്ടോ പിക്ചേഴ്സ് വെൽഫെയർ കമ്മിറ്റിയുടെ ആദരം ഫലകം നൽകുന്നതിനായി കേരള സോഷ്യലിസ്റ്റ് സെന്റർ പ്രസിഡന്റ് വിരാംകുട്ടി സാഹിബിനെ ക്ഷണിക്കുന്നു. ഈ മനോഹരമായ ഫലകം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തയ്യാറാക്കിയത് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം ഷിറാസിന്റെ മകനാണ്. റിഹാൻ. നന്ദി അറിയിക്കുന്നു. വിദ്യാഭ്യാസത്തിന് എക്കാലത്തും പ്രാധാന്യം നൽകുന്ന വെൽഫെയർ കമ്മിറ്റി ഇപ്രാവശ്യവും 10ലും 12ലും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ആദരം നൽകുന്നു. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹന മുഹമ്മദ് ഷാജിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽഫെയർ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ആഷിഖ് ബി ആദരം സമ്മാനിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നന്ദി ആഷിഖ്. നന്ദി ഹന മുഹമ്മദ് ഷാജി. അടുത്തതായി 12ാം ക്ലാസ്സിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ സൽവ മുഹമ്മദ് അൻവറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരം നൽകുന്നതിനായി കെയർ ആൻഡ് ഷെയറിന്റെ സെക്രട്ടറി മുഹമ്മദ് ഷാജിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ മനോഹരമായ ഫലകം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് സമ്മാനിച്ച റിഹാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽഫെയർ കമ്മിറ്റിയുടെ ട്രഷറർ ഷിഹാബ് ഹമയെ ആദരം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ കുടുംബ സംഗമത്തിന്റെ മറുപടി പ്രസംഗത്തിനായി മുഹമ്മദ് മുസ്തഫ ഹാജിയെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിക്കണം.
പറയാനില്ല. കാരണം ഇതിനു മുമ്പ് സംസാരിച്ച സുഹൃത്തുക്കളെല്ലാം കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. പിന്നെ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും ഒരു നിങ്ങൾ തന്ന ഈ ആദരവിനും ഈ സന്തോഷത്തിനും അതീവ നന്ദിയുണ്ട്. അത് ഞാൻ എന്നും മനസ്സിൽ സൂക്ഷിക്കും. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ സന്തോഷത്തിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു. നിങ്ങളെൻ്റെ അയൽവാസികളും മഹല്ല് നിവാസികളും എൻ്റെ നാട്ടുകാരും എനിക്ക് തന്ന ഈ സ്വീകരണം, ഈ ആദരവ് ഒരിക്കലും മറക്കില്ല. ഇനിയും നിങ്ങളുടെ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് എൻ്റെതായ പിന്തുണ ഉണ്ടാവും ഇൻഷാ അല്ലാഹ് എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചുകൊള്ളു. എന്തായാലും നമുക്കത് അറിയാം. കാരണം ഇതുവരെ നമ്മ ഈ നിലയിലൊക്കെ എത്തിയത് അൽഹംദുലില്ലാഹ് ഈ നാടിൻ്റെ, ഈ കോട്ടമ്മ നാടിൻ്റെ ഗുണം തന്നെയാണ്. അത് നിങ്ങളും നിങ്ങളുടെ കാരണവന്മാരും എല്ലാവരും അതിൻ്റെ ഭാഗമാക്കാൻ. പിന്നെ എന്നിൽ അന്നുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ കാര്യമായിരുന്ന ഇവിടെ നാട്ടിലും കുറവാണ്. പക്ഷെ എന്നാലും പഠിച്ചത് അൽഹംദുലില്ലാഹ് എനിക്ക് തന്നത് ഒരു ബോണസാണ്. എൻ്റെ സ്ഥാപനവും അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാരും എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും ഈ വേളയിൽ സ്നേഹിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ എൻ്റെ എല്ലാ നാട്ടുകാർക്കും, എൻ്റെ എല്ലാ അയൽവാസികൾക്കും, ഈ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾക്കും ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ. അതിൽ ഭാഗമാക്കാവാനും എനിക്കും തമ്പുരാൻ വിധി നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പഠിച്ചവനെല്ലാം നിങ്ങളുടെ കാര്യങ്ങൾക്കും അതിൻ്റെ റബ്ബ് അതിൻ്റെതായ ഗുണം നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും ദീർഘായുസ്സും പഠിച്ചവൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഏടിയ അസ്സലാമു അലൈക്കും. തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഭക്ഷണത്തിനും നമസ്കാരത്തിനുമായി നമുക്ക് പിരിയാം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി എല്ലാവരും മുൻപോട്ട് വരിക. എല്ലാവരും